നവീകരിച്ച എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഇന്നാണ്. ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഡിപ്പോയുടെ പുതിയ കെട്ടിടം ധനകാര്യമന്ത്രി KN ബാലഗോപാലും നാടിന് സമർപ്പിക്കും. വെള്ളക്കെട്ട് ഒഴിവാക്കിയും ശീതീകരിച്ച വിശ്രമ മുറിയടക്കം ഒരുക്കിയുമാണ് കാലാനുസൃതമായ മുഖം മിനുക്കിക്കൊണ്ട് ഈ KSRTC കെട്ടിട നവീകരണം നാടിന് സമർപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, KSRTC അതിന്റെ ഏറ്റവും പുതിയ മുഖങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു തിരക്കിലാണ്. വികസനത്തിന്റെ നിരവധി കാഴ്ചകളാണ് ഓരോ ജില്ലയിലും KSRTCയിലൂടെ. അത് പുതിയ ബസ് സർവീസ് ആവട്ടെ, സ്റ്റേഷനുകളാവട്ടെ, ബസ് സ്റ്റാൻഡ് ആവട്ടെ, അങ്ങനെ പലയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വികസന റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണുന്നത്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. 2 കോടിയോളം രൂപ ചെലവിട്ട് നവീകരണം പൂർത്തിയാക്കിയ ബസ് സ്റ്റേഷനും 12 കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന പുതിയ KSRTC ബസ് സ്റ്റാൻഡുമാണ് ജനങ്ങൾക്ക് തുറന്നു നൽകുന്നത്. വളരെ ഭംഗിയായി അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും മറ്റും പ്രയോജനകരമാകത്തക്ക രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ. പണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പണ്ട് തീർത്തും ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മാറി വളരെ നവീകരിച്ച, എല്ലാവർക്കും പുതിയൊരു യാത്രാനുഭവം കിട്ടത്തക്ക രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടും മറ്റും മൂലം അടഞ്ഞു കിടന്നിരുന്ന കടമുറികളെല്ലാം ഇതിൻ്റെ പേരിൽ നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഉയർന്ന വിലയ്ക്ക് തന്നെ നമുക്കത് ലേലം ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്റ്റാൻഡിന്റെ തറനിരപ്പ് 2 അടിയോളം ഉയർത്തിയും തറയിൽ ടൈൽ വിരിച്ചുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ശീതീകരിച്ച വിശ്രമമുറിയും പുതിയ ഇരിപ്പിടങ്ങളും വൈദ്യുതി വിളക്കുകളും നവീകരിച്ചെടുത്ത KSRTC ബിൽഡിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റാൻഡായിരുന്നു ഈ സ്റ്റാൻഡ്. പല കാരണങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ടുപോയി, വെള്ളം കയറി ആപ്പിടകായി. മൊത്തത്തിൽ കേരളക്കാരുടെ മുമ്പിൽ നമ്മൾ എറണാകുളംകാർ നാണം കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം വന്നത്. പിന്നെ വെള്ളം കയറുള്ളൂ തന്നെയാണ് നമ്മുടെ 100% ഉറപ്പ്. മന്ത്രിയും ധനമന്ത്രിയൊക്കെ കൈയായി സഹായിച്ചിട്ടുണ്ട്. പൂന്തോട്ടം, സെൽഫി പോയിന്റ്, വായനാമുറി എന്നിവയും പ്രധാന ആകർഷണമാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഗ്യാരേജ് ഭാഗത്ത് 5 ഏക്കറിലാണ് പുതിയ KSRTC സ്റ്റാൻഡ് ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.